ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഞാൻ ആദ്യമായിട്ട് ചിക്കൻ ബിരിയാണി വെക്കാൻ പോവാണ്. അപ്പോൾ ആ വീഡിയോ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ റെസിപ്പി എന്താണെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് 1 കിലോ ബിരിയാണി റൈസാണ്. അപ്പോൾ അതിനനുസരിച്ച് ഞാനൊരു 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇടുന്നത്. ഒരു 2 സ്പൂണോളം ഇടുന്നുണ്ട്. പിന്നെ ഞാൻ 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1.5 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവ് വേണ്ടവർക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ 1.5 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. 1 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നു. പിന്നെ ചെറിയൊരു നാരങ്ങയുടെ നീര് ഫുൾ അതിനകത്ത് ഒഴിച്ചിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ 30 മിനിറ്റ് വെച്ചിരിക്കണം മസാല പിടിക്കാനായിട്ട്. നമുക്ക് ആ സമയം കൊണ്ട് സവാള അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് വറുക്കാനാണ്. നമുക്ക് വറുക്കാനായിട്ട് വെളിച്ചെണ്ണ എടുക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വെളിച്ചെണ്ണ എടുത്തേക്കുന്നത്. നമ്മൾ സവാള അരിയുമ്പോഴത്തേക്കും എല്ലാം ഒരേ തിക്നെസ്സിൽ അരിയാൻ ശ്രമിക്കണം. അതല്ലെങ്കിൽ പലതിനും പല മൂപ്പായി പോകും, പെട്ടെന്ന് കരിയും ചെയ്യും. പിന്നെ ഇങ്ങനെ നമ്മൾ മൂപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും ഏകദേശം ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മളത് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കുക. നല്ല ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമുക്കതിൽ നിന്ന് എടുക്കാം. എന്നിട്ട് കോരി മാറ്റി വെക്കുക. അപ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആവും. ഇത് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ബിരിയാണിയുടെ റൈസ് നോക്കാം. ബിരിയാണിയുടെ അരി നമുക്ക് വെള്ളത്തിലിടാം. ഒരു 20 മിനിറ്റ് വെക്കാം. 20 മുതൽ 30 മിനിറ്റ് വരെ നമുക്ക് വെള്ളത്തിലിടാം. പിന്നെ ആ സമയം കൊണ്ട് നമുക്ക് കിസ്മിസ്, അണ്ടിപ്പരിപ്പ് ഇതേപോലെ നെയ്യിലിട്ട് മൂപ്പിച്ചെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ചിക്കൻ്റെ ഗ്രേവിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കറുകപ്പട്ട 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പൂ ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ തക്കോലം ഒരു വലുതും പിന്നെ ഒരു ചെറുതും എടുത്തിട്ടുണ്ട്. ഏലയ്ക്ക ഒരു 3-4 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ബേ ലീഫ് 2 എണ്ണം എടുത്തിട്ടുണ്ട്. ബിരിയാണിക്ക് ഫ്ലേവർ കൊടുക്കുന്ന ഒന്നാണ് ബേ ലീഫ്. പിന്നെ ജാതിപത്രി ഒരു 1/2 എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റവ് ഓൺ ആക്കിയിട്ട് പാത്രം വെക്കുകയാണ്. ഇതിനകത്താണ് നമ്മൾ ഗ്രേവി തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ അവസാനം റൈസ് ഇടുന്നത്. അപ്പോൾ വലിയൊരു പാത്രം എടുക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ നേരത്തെ സവാള മൂപ്പിച്ച ആ ഒരു എണ്ണ ഉണ്ടല്ലോ, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനകത്ത് ആ ഒരു ഫ്ലേവർ കാണും. അപ്പം നമ്മൾ ആ എണ്ണ എടുക്കാൻ ശ്രമിക്കുക. ഇതിലേക്ക് നമ്മൾ ഇതെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അടുത്തായിട്ട് അതിലേക്ക് ഞാൻ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം 2 സവാള അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ 1 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള വാടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ബാക്കിയുള്ള പൊടിയെല്ലാം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചിക്കൻ എല്ലാം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ബൗൾ ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചൂടുവെള്ളം പിന്നീട് വറ്റിപ്പോവുകയാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 12 മിനിറ്റ് നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരി അടപ്പിലിടാം. ഞാൻ കുക്കറാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് 2 ബേ ലീഫ്, അതേപോലെ ഒരു 3 ഏലക്കയൊക്കെ പൊട്ടിച്ചിട്ടാണ് ഇടുന്നത്, അതിൻ്റെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. 2 പീസ് കറുകപ്പട്ട ഇടുന്നുണ്ട്. പിന്നെ ഒരു 4-5 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു
ഒരു 10 കുരുമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഏകദേശം 1.5 ലിറ്റർ വെള്ളമാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത സവാള 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളമെല്ലാം തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അരി ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 നാരങ്ങ നീരൂടെ ഒഴിച്ചു കൊടുക്കാം. 1 നാരങ്ങയുടെ നീരൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് കൂട്ടി കൊടുക്കാവുന്നതാണ്. നേരത്തെ നമ്മൾ സവാള വറുത്ത എണ്ണ 2-3 സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് അരിയിട്ട് കൊടുക്കാവുന്നതാണ്. ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ്റെ ആ ഒരു ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തുള്ള ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും മസാല ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയുടെ പകുതിയോളം നമ്മളെടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ജീരകശാല അരിയാണ് എടുത്തേക്കുന്നത്, ചെറിയ അരി. അപ്പോൾ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കത് നോക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ഒരു 3/4 നിന്നിട്ടുണ്ടായിരിക്കും. ഈ ഒരു പരുവം മതി. ഒരു വിസിൽ കേൾക്കാൻ വേണ്ടി നമ്മൾ നിന്നിട്ടില്ല, അതിന് മുമ്പ് നമ്മൾ എടുത്തായിരുന്നു. എന്നിട്ട് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് പുതിനയില ഇട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ പുതിനയില ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഈ ചിക്കൻ്റെ ഗ്രേവിയിലുള്ള വെള്ളമെല്ലാം അരി പിടിക്കുന്നത് കുറയും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് 1 ലെയർ ചോറിട്ട് കൊടുക്കാം. പിന്നെ അതിന് കളർ വരാൻ വേണ്ടിയിട്ട് മഞ്ഞ കളർ വരണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പാലിനകത്ത് സാഫ്രോൺ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കലക്കി ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിന് മുകളിലേക്ക് നമ്മൾ ഈ കിസ്മിസും അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്, സവാള വറുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്ത ലെയർ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ റൈസ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ അടിയിലോട്ട് പ്രസ് ചെയ്യരുത്, ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നിരത്തി കൊടുക്കുക മാത്രമേ ചെയ്യാവൂ. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്ത് കണക്കാൻ അണ്ടിപ്പരിപ്പും കിസ്മിസ് ഇട്ട് കൊടുക്കുന്നു, വറുത്ത സവാള ഇട്ട് കൊടുക്കുന്നു, മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-3 സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മളിത് ടൈറ്റായിട്ടുള്ളൊരു പാത്രം വെച്ച് അടയ്ക്കുക, ദം ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു 30 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ അത് കുക്ക് ചെയ്യുക. അതിനുശേഷം ബിരിയാണി ആറിയതിന് ശേഷം മാത്രം കഴിക്കുക, എങ്കിൽ മാത്രമേ അതിൻ്റെ ഫ്ലേവർ ഒക്കെ അതിലേക്ക് ഇറങ്ങത്തുള്ളൂ. ചൂടോടെ കഴിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് ഒന്നും കാണത്തില്ല. പിന്നെ ഒരു 6 മണിക്കൂറിന് ശേഷം ചൂടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ബിരിയാണി. ഞാൻ പിന്നെ സലാഡും പപ്പടവും മുട്ടയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. ഇതാണ് ഞാൻ വെച്ച ചിക്കൻ ബിരിയാണി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.